നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ഈശോ നൽകുന്ന വചനഭാഗത്തില് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യവും ജീവിത യാത്രകളും ഒത്തിരി പ്രതിസന്ധികൾ കൂടിയാണ്. അത് ഈശോയ്ക്ക് നന്നായിട്ടറിയാം. നമ്മളെക്കാൾ നന്നായിട്ടറിയാം. നമ്മുടെ സൃഷ്ടാവായ ദൈവം ഈ ഭൂമിയിൽ നമുക്ക് ജീവിത മേഖലകളെല്ലാം ഈശോ മനുഷ്യാവതാരം ചെയ്യുമ്പോൾ എത്രമാത്രം പ്രതിസന്ധികളാണ് മനുഷ്യൻ നേരിടേണ്ടതെന്ന് ഈശോയ്ക്ക് നന്നായിട്ടറിയാം. അപ്പോ അതിന്റെ മുകളില് ഒരു ദൈവീക ശക്തി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ വീണുപോയ എടുത്തുനിന്ന് ഉണർന്നും ശക്തിയോടുകൂടി വീണ്ടെടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും പല കാര്യങ്ങളിലും ഒരു ഉറപ്പും ഒരു തീരുമാനവും ഒരു പ്രത്യാശയും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകമായിട്ട് നമ്മൾ ദൈവത്തോടു കൂടെ ആയിരിക്കുക എന്നുള്ളതിന്റെ ഒരു ലക്ഷണം എന്താണ്? നമ്മൾ ദൈവത്തോടു കൂടെ ആയിരിക്കുക എന്നുള്ളതിന്റെ ഒരു ലക്ഷണം എന്താണ്? ജീവിച്ചിരിക്കുന്നതിന് ദൈവത്തോടു കൂടിയായില്ല. അല്ല, ജീവിച്ചിരിക്കുമ്പോ ദൈവത്തോടു കൂടെ എല്ലാവരും ജീവിച്ചിരിക്കുന്നല്ലേ, എല്ലാവരും ദൈവത്തോടു കൂടെ അല്ലല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു വ്യക്തി ആയിരിക്കുമ്പോ അത് ഞാൻ ദൈവത്തോടു കൂടെ ആണെന്നുള്ളതിന്റെ ഒരു അടയാളം. എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്, എല്ലാവരും ദൈവത്തോടു കൂടെ അല്ല. പ്രാർത്ഥനയോടുകൂടെ, അതായത് പ്രാർത്ഥിക്കുന്ന ഒരു ആത്മാവിന്റെ മേല് ഒരു പിശാചിന് അല്ലെങ്കിൽ നരകീയ ശക്തിക്ക് പ്രബലപ്പെടാൻ പറ്റില്ല. അപ്പോ ഈ കൂടാരത്തിൽ ആയിരിക്കുക എന്നുള്ളത് പ്രാർത്ഥനയാണ്, അല്ലെ? നമ്മള് ദൈവത്തിന്റെ കൂടാരത്തിൽ ആയിരിക്കുക എന്നുള്ളത് നമ്മുടെ ആത്മാവ് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ്, ഒരടയാളം, അല്ലെ? നമ്മുടെ ഒത്തിരി നമ്മളെ പല സാഹചര്യങ്ങളായിരിക്കാം, പല ജോലി മേഖല ആയിരിക്കാം, പല സങ്കടങ്ങളും വേദനകളൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ ആത്മാവ് എന്താണ് എന്ന്, ഏതവസ്ഥയിലാണെന്ന് ദൈവത്തിനറിയാം, പിശാചിനറിയാം, നമുക്കും അറിഞ്ഞിരിക്കണം, നമ്മളും അറിഞ്ഞിരിക്കണം, അല്ലെ? നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യമാണ് ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കുന്നത് തന്നെ. അപ്പൊ പ്രാർത്ഥന എപ്പോഴൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ദുർബലമാവുന്നു, അല്ലെങ്കിൽ കുറയുന്നു, അവിടെ എല്ലാം നമ്മളിലുള്ള ദൈവിക ശക്തിയുടെ ഒരു ഗ്രേസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ശക്തി കുറയില്ല, ഒരു ദൈവികതയുടെ സാന്നിധ്യം നമുക്ക് കുറഞ്ഞിരിക്കും. പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഒന്നും നോക്കണ്ട, പ്രാർത്ഥിച്ചു എന്നുള്ളതിന്റെ ഒരു ബലം അവന്റെ ആത്മാവിന്, ആ വ്യക്തിയുടെ ആത്മാവിന് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കാത്തവർക്കാണ് പെട്ടെന്ന് തന്നെ വീണു പോണത്. അപ്പൊ മറ്റുള്ളവരോട് പ്രാർത്ഥന ആവശ്യപ്പെടും. കാരണം ഞാൻ പ്രാർത്ഥിച്ചാൽ ചിലപ്പോ ദൈവം കേൾക്കുമോ എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതില് ഒരു മടുപ്പ്, അലസത, അതുപോലെ ഞാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് യോഗ്യതയില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യകത ഏതെല്ലാം തരത്തിലാണെന്നൊന്നും അറിയില്ല, അല്ലെ? ആത്മാവ് ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് പ്രാർത്ഥനയെങ്കിൽ അതൊരു ബോറടിയൊന്നും തോന്നൂല, അല്ലെ? അതൊരു അതൊരു നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയോട് നമുക്ക് എപ്പോ വേണമെങ്കിലും സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, നമുക്ക് താല്പര്യമുള്ള കാര്യമാണ്, അല്ലെ? അങ്ങനെയാകുമ്പോ നമുക്ക് ആ താല്പര്യത്തിന് ഒരു മടുപ്പ് തോന്നൂല, നമുക്കതിനോട് ഒരു അലസത തോന്നൂല. നമുക്കിപ്പോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അതിനോട് എത്ര വയ്യാഴിയാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതായതുകൊണ്ട് നമുക്കതിനോട് കഴിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. ഇതുപോലെ എല്ലാ കാര്യവും, ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണെങ്കിലും, ഇഷ്ടമുള്ള വ്യക്തിയാണെങ്കിലും, ഇഷ്ടമുള്ള എന്താണെങ്കിലും നമ്മുടെ ഇഷ്ടമാണ് അതിനെ കൂടുതൽ സ്വാധീനിക്കുന്നത്, അല്ലെ? അപ്പോ ഈ ഒരു കാര്യം നമ്മുടെ പ്രാർത്ഥനയോട് ആണെങ്കിൽ നമുക്ക് പലതിനെയും അതിജീവിക്കുവാനും ദൈവീക ശക്തിയിൽ നിന്ന് നിലനിൽക്കുവാനും, നമ്മൾക്ക് ദുർബലമായി വരുന്ന അല്ലെങ്കിൽ പ്രലോഭനങ്ങളായി വരുന്ന പല മേഖലകളെയും കൂളായിട്ട് നേരിടാനൊക്കെ നമുക്ക് സാധിക്കും. അത് സാധിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് കൂടാരത്തിലായിരിക്കണം. കൂടാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ടെന്റ് അടിച്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേക കൂടാരം അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു പ്ലേസ് ഒന്നും അല്ല. അത് നിന്റെ ഹൃദയം തന്നെയാണ്, അല്ലെ? എന്റെ ഹൃദയത്തിൽ നടക്കുന്ന പരിശോധനമാണ് യഥാർത്ഥ പരിശോധന. ഈ കൂടാരം വിട്ട് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥന കുറയണത്,
ആത്മീയമായ ആഗ്രഹം അല്ലെങ്കിൽ ദൈവിക ചിന്ത കുറയുന്നത്, ദൈവത്തിന്റെ പരിപാലനയെ മറന്നു പോകുന്നത്, ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയില്ലാതെ പോകുന്നത്, നമ്മൾ സ്വാർത്ഥതയും അഹങ്കാരവും പിന്നെ നമ്മളെ ഭരിച്ച് 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 അവസാനം നമ്മുടെ ദാരുണമായ മരണത്തിനും തകർച്ചയ്ക്കും ഒക്കെ കാരണമാവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്താ വേണ്ടത്? ഒരു മനുഷ്യൻ ദൈവമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളം എന്താണ്? പ്രാർത്ഥന. പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയോടുകൂടെ ആത്മാവായിരിക്കുക എന്നുള്ളത്. നമുക്ക് മറിയത്തിന് സ്തോത്രഗീതം വായിക്കാം. എരിപ്പോൾ വായിക്കും. മറിയത്തിന്റെ സ്തോത്രഗീതം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഒരു കാര്യം നമ്മളെ അറിയിക്കാൻ ലോകത്തിന്റെ മുമ്പിൽ അറിവ് അതായത് സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്തുതിപ്പുകളാണ് അല്ലെ? ദൈവത്തിന്റെ സ്തുതികീർത്തനങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ സങ്കീർത്തനത്തിൽ ഒരു വ്യത്യസ്തതയുണ്ട്. എന്താണെന്നറിയാവോ? ഒരു മുന്നറിയിപ്പുണ്ട്. ഒരു ജീവിതത്തിന്റെ ഓരോ ഓളങ്ങളെയും കൃത്യമായി തിരിച്ചറിയുവാനുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ദൈവീകമായ ഇടപെടലുകളെല്ലാം ഒരു മനുഷ്യാത്മാവിനോട് ദൈവം ഇടപെടുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് തരുന്ന ഒരു സങ്കീർത്തനമാണ് മറിയത്തിന്റെ സ്തോത്രഗീതം അല്ലേ? നിങ്ങളത് ശ്രദ്ധിച്ച് വായിച്ചറിയാൻ പറ്റും. ഒന്നാമത്തെ വാക്യം എന്താണ്? എന്റെ ആത്മാവിന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഉള്ള സത്യം വിളിച്ചു പറയുന്ന. പിന്നീടുള്ള വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് ദൈവം മനുഷ്യന്റെ ജീവിതങ്ങളില് എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ദൈവത്തിന്റെ കൃപ ഒരു വ്യക്തിയിൽ നിലനിർത്തുന്നു എന്നുള്ള കാര്യങ്ങളാ. അപ്പോ ആ വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാ ഇതില് നമുക്ക് നൽകിയിരിക്കുന്ന ഇന്നത്തെ ചിന്തയെ തന്നിരിക്കുന്ന വചനഭാഗം. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ഹൃദയം കൊണ്ട് വിചാരിക്കാം. ആരുടെയെങ്കിലും അനുവാദം വേണോ? ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ആലോചിക്കാം. അത് നിങ്ങൾ വല്ലതും അറിയോ? ഇല്ല. നിങ്ങൾ ആലോചിക്കുന്നത് ഞാനും അറിയില്ല. പക്ഷെ നിങ്ങളുടെയും എന്റെയും ഹൃദയത്തിന്റെ ഓണർ അറിയും അല്ലേ? അറിയോ? നിങ്ങളുടെ ഹൃദയം തന്ന ആളും എന്റെ ഹൃദയം തന്ന ആളും ഒരേ ആള് തന്നെ ആയതുകൊണ്ട് ഓണർഷിപ്പ് കർത്താവിന്റെ കയ്യിലുള്ളതുകൊണ്ട് അത്രയും ഞാൻ മരിക്കുന്ന അത്രയും കാലം എന്റെ ഹൃദയത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയും. ശബ്ദം ഉണ്ടാക്കരുത്. അങ്ങനെയുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്റെ ജീവിതത്തിന് എത്രമാത്രം ഉപകാരപ്രദമാണ് അല്ലെങ്കിൽ ഉപദ്രവമാണ് എന്നൊക്കെ സ്വയം തിരിച്ചറിയുന്നത്. അല്ലെ? നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ അറിയാനും അറിയിക്കാനും ഒക്കെ ഒത്തിരി പഠിപ്പുകളും പാണ്ഡിത്യവും ഒക്കെ നമ്മൾ നേടും. ഡോക്ടറേറ്റ് നേടും, അത് നേടും, ഇത് നേടും. ഞാൻ ഈ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു അന്ന് തുടങ്ങി ഞാനിങ്ങനെ കൂടുതൽ കൃപകള് ഉള്ളവരുടെ ഇടയിൽ നടക്കുന്ന ഒരു ദൈവികമായ കൃപയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയാതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ആ ഒരു വ്യക്തിയുടെ ഒരു ചെറിയൊരു ടോക്ക് എടുത്തു കേട്ടു കഴിഞ്ഞപ്പോഴേക്കും
കുറച്ച് ഞാനത് കേട്ടിങ്ങനെ തുടങ്ങിയപ്പോഴേക്കും പരസ്യം വന്നു. അപ്പോഴേക്കും എനിക്ക് നല്ല ആഗ്രഹത്തോടെ ഇരുന്ന് കേൾക്കാൻ തുടങ്ങിയതാ. അപ്പോ പരസ്യം വന്നു. പരസ്യം നല്ല പറഞ്ഞു വരുന്നതിന്റെ ചില പോയിന്റഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു വരുമ്പോഴായിരിക്കും പരസ്യം വരണത്. അപ്പൊ നമുക്ക് അറിയാലോ, നമുക്ക് ഡിസ്റ്റർബ് ഇപ്പൊ ഇതിൽ തന്നെ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും? ഡിസ്റ്റർബ് ആകരുത്. ഡിസ്റ്റർബൻസ് ചെയ്യരുത്, മ്യൂട്ട് ചെയ്ത് വെക്ക് എന്ന് പറയാറുണ്ട് അല്ലെ? എന്താണ് ഈ ഡിസ്റ്റർബൻസ്? ആ അഭിഷേകത്തിന്റെ മേല് ആധിപത്യം ഉറപ്പിക്കുവാൻ ഇടയാക്കുന്ന ലോകാരൂപിയുടെ ഒരു ചെറിയ നിഴലാണ് അല്ലെ? അതിപ്പോ നമ്മള് അതിനോട് നമ്മളുടെ ഉത്തരവാദിത്വമാണ് അതിനെ മാറ്റി നിർത്തുക. അല്ലെങ്കിൽ ഇപ്പൊ അതായത് കർത്താവ് പറയുന്നത് ഉതപ്പ് നൽകരുത് എന്ന് പറയുന്നുണ്ട് അല്ലെ? ഉതപ്പ് നൽകരുത്. ഉതപ്പ് നൽകരുത് എന്ന് പറയണത് എന്തിനാ? മറ്റുള്ളവർക്ക് ഉതപ്പ് നൽകരുത് എന്ന് പറയണത് എന്താ? അത് അപകടമാണ്. എന്റെ ആത്മാവിനോ അപകടമാണ്, മറ്റുള്ളവരുടെ ആത്മാവിനും അപകടമാണ്. അപ്പൊ ഞാൻ അവരെ കുറ്റം പറയാൻ വേണ്ടിയൊന്നുമല്ല. ഞാനപ്പോ അത് കേട്ടപ്പോ പല പ്രാവശ്യം ഞാനത് അതായത് റാണിയിലച്ചന്റെയും സേവ്യർ വട്ടായിലച്ചന്റെയൊക്കെ ഡൊമിനിക് അച്ഛന്റെ ഒക്കെ എല്ലാവരുടെയും ചാനലിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ പരസ്യം വന്ന് കയറുന്ന അവസ്ഥ. അതായത് കുർബാന നടത്തുന്ന ചില ഓൺലൈൻ ചാനലുകളിൽ പോലും കുർബാന തുടങ്ങുമ്പോൾ അതിന്റെ ഇടക്ക് നമുക്ക് എന്താണ് ഈ കുർബാന, പരിശുദ്ധ കുർബാനയായിട്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? നമ്മൾ വലിയ ഭക്തിയോടുകൂടി കുർബാന ഉടനെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു വൃത്തികെട്ട പരസ്യം എന്ന് വെച്ചാൽ എന്താണ്? അത് ആ കുർബാനയുമായിട്ട് യാതൊരു മാച്ചും ഇല്ലാത്ത കാര്യമാണ് പറയണത് അല്ലെ? അപ്പൊ നമ്മൾ ആ പരസ്യവും കേൾക്കണം, കാണണം. ഇതൊക്കെ ചെയ്യുമ്പോൾ ആ പരിശുദ്ധ കുർബാനയുടെ വാല്യൂ അത്ര കുറഞ്ഞതായിട്ടാണ് ആ ചാനലില് നിലനിർത്തിയിരിക്കുന്നത്. പക്ഷെ ഈ ചെയ്യുന്ന ആൾക്കാർ വലിയ അഭിഷേകമുള്ളവരാണ്, വലിയ ശുശ്രൂഷകരൊക്കെയാണ്. എനിക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്. ഇതെന്താ ഇവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? എന്തിന്റെ ലക്ഷ്യത്തിലാണ് ഇവരിത് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഓർക്കാറുണ്ട്. പക്ഷെ നമ്മൾ ആരും തിരുത്താനില്ല. ഞാനിങ്ങനെ ഓർക്കും. പിന്നെ ഈ വലിയ വലിയ ആൾക്കാരെയൊക്കെ നമുക്ക് തിരുത്താനായിട്ട് എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ നമ്മൾ പറഞ്ഞാലൊന്നും അവരങ്ങോട്ട് സ്വീകരിക്കൊന്നുമില്ല. പിന്നെ ഇന്നലെ ഞാനിങ്ങനെ ഈ വ്യക്തിയെയും വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നല്ലൊരു ടോക്കാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാനത് കേട്ടു. പക്ഷെ തുടങ്ങി ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ പരസ്യം വന്നു. അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ പാടില്ലേ? ഇത്രയും എന്തായാലും നമുക്ക് പരസ്യം ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയുടെ ഒരു ഭാഗമല്ലല്ലോ. ദൈവരാജ്യത്തിന് ശുശ്രൂഷയാണ് ചെയ്യുന്നതെങ്കിൽ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ കാര്യം കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഇപ്പൊ ഈ യൂട്യൂബ് എന്നൊക്കെ പറയുന്നത് മോണിറ്റൈസേഷൻ ചെയ്യണം എന്ന് വെച്ചാല് നമ്മളതൊരു പേയ്മെന്റ് വരാനുള്ള ഒരു സൊല്യൂഷനും കൂടിയാണ്. പക്ഷെ നമുക്ക് എളുപ്പമൊന്നും അതിൽ നിന്നൊന്നും കിട്ടാനൊന്നും പോണൊന്നുമില്ല. ഇതൊരു യൂട്യൂബ്, അതായത് മീഡിയ, ഒരു വിധപ്പെട്ട എല്ലാ മേഖലകളുടെയും മീഡിയാസുകൾ ആരുടെ അധീനതയിലാണ്? ലോകാരൂപിയുടെ അധീനതയിലാണ് അല്ലെ? അപ്പൊ അവരുടെ കണ്ടീഷൻസ് അങ്ങനെയാണ്. നമ്മളിപ്പോ യൂട്യൂബ് ചാനലായാലും വാട്സപ്പ് ഇതാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇതിൽ നിന്നൊക്കെ ഒരു നല്ലൊരു ശതമാനം നെഗറ്റീവ് എനർജിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് ഇതിനെ നമ്മൾക്ക് ഒരു ആത്മീയ യുദ്ധത്തിൽ കൂടിയാണ് നമ്മൾ അതിന്റെ മേല് ചവിട്ടി നിൽക്കുന്നത്. അപ്പോ ഇവരോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോ ഇവര് കുറെ പരാതികളും ഇവര് ക്യാൻസർ പേഷ്യന്റ് ആണോ, അതാണ്, പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇനി മോണിറ്റൈസേഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ കുറെ പേര് ഇങ്ങനെ ചോദിച്ചു. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാനലുകൾ നമ്മൾ ഓട്ടോമാറ്റിക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ മോണിറ്റൈസേഷൻ ചെയ്യണം. മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരാതെ. അപ്പൊ ഞാൻ ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി അറിയാതെ ഞാൻ എന്റെ പുറകോട്ട് പോകണമില്ല. അപ്പൊ എന്റെ ഇതിലാണെങ്കിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരാളെങ്കിലും കേട്ട, ഒരു 5 പേരെങ്കിലും കേട്ട് ഞാൻ അത്ര ആശ്വസിക്കുന്ന ആളായതുകൊണ്ട് എനിക്കതിന്റെ അത്രയും കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ കർത്താവിനോട് പറയുന്നുണ്ട്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കർത്താവ് തന്നെ ഇതിൽ ഇടപെടണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാരൊന്നും നമ്മുടെ ഇതിൽ കാണുന്നില്ലെങ്കിലും എനിക്ക് 5 പേരെങ്കിൽ 5 പേര് അത്ര മതി. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ്. അപ്പോ ഇവരോട് അത് പറഞ്ഞപ്പോഴേക്കും ഇവര് പറഞ്ഞു, ഞാൻ ആദ്യകാലങ്ങളിൽ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് ലക്ഷക്കണക്കിന് കാശൊക്കെ ഉണ്ടാക്കാമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അങ്ങനെ ചെയ്തില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നു പറഞ്ഞു.
ഇതെല്ലാം ഓക്കെ. പക്ഷെ നമ്മളുടെ ഉദ്ദേശം എന്താണ്? ഇതിന്റെ ഇടയിൽ വരുന്ന പരസ്യം ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോ അവരത് ന്യായീകരിച്ച് പറയുന്നൊരു കാര്യം, എനിക്ക് അതിന്ന് ചെറിയൊരു വരുമാനം കിട്ടുമെന്നുണ്ടെങ്കിൽ എന്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. ഇങ്ങനെ കുറെ കാര്യം പറഞ്ഞു. അവസാനം പറഞ്ഞു എനിക്ക് ഫോൺ റീചാർജ് ചെയ്യാൻ പോലും ചില സമയത്ത് കാശ് ഇല്ലാത്ത സമയങ്ങളുണ്ടാവും. അപ്പൊ ഇതിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര ആയല്ലോ. അപ്പൊ എനിക്ക് ആകെ ഒന്നും മാച്ച് ആകാത്ത ഉത്തരങ്ങൾ വന്നപ്പോഴേക്കും ഞാൻ തന്നെ അതിശയിച്ചു. ഇത്രയും വലിയ കൃപയുള്ള ഒരു വ്യക്തി, ഇത്രയും വലിയ ശുശ്രൂഷ, ഇത്രയും സഹനങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു ക്യാൻസർ പേഷ്യന്റും കൂടിയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒന്നുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഫോൺ റീചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെറിയൊരു ചാരിറ്റി ഉണ്ട്, അതിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു എമൗണ്ട് ഞാൻ തന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ അതൊന്നും വേണ്ട, എനിക്ക് അതിന്റെ ആവശ്യമില്ല, എന്നെ സഹായിക്കേണ്ട ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പൊ ഞാൻ വെച്ചു പിന്നെ എന്താ, പിന്നെ ഞാൻ വിട്ടുകളഞ്ഞു. അപ്പൊ ഞാൻ വെച്ച് എല്ലാ മേഖലകളിലും ആത്മീയ അഹങ്കാരങ്ങളും നമ്മൾ അറിയാതെ ഉന്തിത്തള്ളി കയറി വരുന്നുണ്ട്. അത് എല്ലാ മനുഷ്യരുടെ ഇടയിലുണ്ട്, അത് എല്ലാ ജീവിതങ്ങളിലുണ്ട്. അതിനെ തടയാനും അതിനെ തിരിച്ചറിയാനൊക്കെ ഈ ലോകം നമ്മളെ അത്രമാത്രം എളുപ്പത്തിലൊന്നും മനസ്സിലാക്കി തരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ചെയ്യുന്നത് എന്താണോ എന്നുള്ളത് ഒരു ലക്ഷ്യബോധത്തിലേക്ക് എത്തുമ്പോ ഈ ലോകം നമ്മളെ കംഫർട്ടായിട്ട് കർത്താവിന്റെ സുവിശേഷം പറയാനായിട്ട് അനുവദിക്കോ? ഇല്ല. ഒരിക്കലും അനുവദിക്കില്ല. നമ്മൾക്ക് തടസ്സങ്ങളാണ് കൂടുതൽ. ഇപ്പൊ ഓൺലൈൻ ആണെങ്കിലും അതിൻ്റെതായ തടസ്സങ്ങളുണ്ട്, ഓഫ്ലൈൻ ആണെങ്കിലും അതിൻ്റെതായ തടസ്സങ്ങളുണ്ട്. അപ്പൊ അതിന്റെ മേല് കർത്താവിന്റെ ഒരു സഹായം കൊണ്ട് ചെയ്തു പോവുക എന്നല്ലാതെ വേറൊരു വഴിയില്ല. അപ്പൊ എല്ലാത്തിനും ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈശോയ്ക്കും ഒത്തിരി ഈ ഭൂമിയിൽ ജീവിച്ചപ്പോ വളരെ ദാരിദ്ര്യമായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നല്ലോ. അപ്പോ ഈ സങ്കടങ്ങളോട് ഐക്യപ്പെടാനായിരിക്കാം ചിലപ്പോ ഈ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. അപ്പൊ കുറച്ച് കാശിൻ്റെതായ സാമ്പത്തികമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നാ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഇനിയില്ല, എനിക്ക് എന്റെ ആവശ്യമില്ല, നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നവർക്ക് ചെയ്തോളൂ. പിന്നെ അത് എന്താണ്, എനിക്ക് എന്റെ വീട്ടുകാരൊക്കെ ഉണ്ട്, എന്നെ സഹായിച്ചോളും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞ മെസ്സേജ് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അവിടെയും ഒരു ഒരു എനിക്ക് എന്തോ ഡിസോർഡർ ആയിട്ട് തോന്നി, ഞാൻ പറഞ്ഞതും അവര് പറഞ്ഞതുമായിട്ടുള്ള ഒരു കാര്യങ്ങളായിട്ട്. അതായത് നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന വിചാരങ്ങള് എത്ര കൃപയുള്ളവരാണെങ്കിലും നമുക്ക് ദൈവം വിചാരിക്കുന്ന പോലെ നമുക്കൊന്നും ചിന്തിക്കുവാനോ ചെയ്തു തീർക്കുവാനോ പൂർത്തീകരിക്കുവാനോ സാധിക്കില്ല. അപ്പൊ എന്താ, ലോകം ഒരു പരിധി വരെ നമ്മുടെ പ്രവൃത്തികളുടെ മേല്, നമ്മുടെ ചിന്തകളുടെ മേല്, നമ്മുടെ ഉദ്യമങ്ങളുടെ മേല് തടസ്സം നിൽക്കുമ്പോ നമുക്ക് കുറച്ചൊക്കെ അഹങ്കാരം വരാം, കുറച്ചൊക്കെ ബുദ്ധി കയറി വരാം, കുറച്ചൊക്കെ നമ്മുടെ ശക്തി കയറി വരാം, കുറച്ചൊക്കെ നമ്മുടെ അറിവുകള് പ്രവർത്തിക്കാം. ഇതൊന്നും ഒരു തരത്തില് നമ്മളുടെ അധ്വാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എത്രമാത്രം സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് ഇപ്പൊ ഇത്രയും കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ആത്മീയ കാര്യങ്ങൾ, ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും ആത്മീയമായി വലിയ വലിയ ശുശ്രൂഷകളും ചെയ്യുന്നില്ലെങ്കിലും നമ്മള് നമ്മൾ സാധാരണ വീടുകളിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളില് നമ്മൾ വളരെ കൃപയോടുകൂടി ആഗ്രഹത്തോടെ സ്നേഹത്തോടെ ഒക്കെ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു നന്മകള്, അത് എല്ലാരും കൈനീട്ട് സ്വീകരിക്കേണ്ട ആരും ഇങ്ങനെ റെഡിയാകുന്നില്ല. ഉണ്ടാവോ ആരെങ്കിലും? നമ്മൾ എത്ര നല്ല ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ എന്തെല്ലാം ചെയ്താലും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന്, നല്ല നല്ല വാക്കുകൾ കൊണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ആരും കരുതുക എന്നുള്ളത് തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഹൃദയത്തിൽ നടക്കുന്ന ഒരു പ്രത്യേകമായ ആ ഒരു ആഗ്രഹമാണ്. ഈ ആഗ്രഹം നമുക്ക് കൂടുതൽ വേദന തരും. നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നതനുസരിച്ച് നമ്മളെ ദുർബലപ്പെടുത്താൻ അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നപ്പോ, നമ്മൾ സ്നേഹിക്കുന്ന ഒരാള് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്തു കൊടുത്തു, പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് വളരെ വേദനാജനകമാണെങ്കിൽ നമ്മൾ ചെയ്തതും ആഗ്രഹിച്ചതും എന്തായി മാറും? നമ്മുടെ ഹൃദയത്തിൽ ഒരു മുറിവായി മാറുമോ? അപ്പൊ മാറുമ്പോ നമുക്കുണ്ടാകുന്ന എന്താണ്, ആദ്യത്തെ പ്രശ്നം എന്താണ്? നമ്മുടെ വേദനയാണ്. വേദന പിന്നെ അടുത്തതായിട്ട് വരുന്ന എന്താണ്? വെറുപ്പ് വരും. വെറുപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഹൃദയത്തിൽ ചിന്തകള് നല്ല പോസിറ്റീവ് ഒന്നും ആയിരിക്കില്ല, എല്ലാം നെഗറ്റീവ് ആയിരിക്കും, അല്ലേ? അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് വരുന്നത് എങ്ങനെയാണ്? ഈശോ പറയുന്നത് എന്താ? നിങ്ങൾ ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നിരിക്കുന്നത്, എന്ത് ചെയ്യാനാണ്? ഈശോയുടെ ശിഷ്യന്മാരാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇങ്ങനെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുക. ശുശ്രൂഷ എന്ന് പറഞ്ഞാല്
നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കി ഒരാൾക്ക് കൊടുക്കുന്നത് പോലും ശുശ്രൂഷയാണ്. അല്ലെ? അതെ. നമ്മളിപ്പോ എവിടെ പോയി എന്തൊക്കെ ചെയ്താലും നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ദൈവം കരുതി വെച്ചിട്ടുള്ള ചില ശുശ്രൂഷകളാണ്. അത് നമ്മൾ ചെയ്തേ മതിയാവൂ. അതിപ്പോ വീടായാലും നാടായാലും സമൂഹമായാലും നമ്മുടെ ഏതവസ്ഥ, ഇപ്പൊ നമ്മള് യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഒരു ശുശ്രൂഷ ദൈവം അനുവദിക്കുന്ന. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും സ്വീകരിക്കാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്തതിനനുസരിച്ചുള്ള റെസ്പോൺസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന വേദന അത് ഈശോയ്ക്ക് തന്നെ കൊടുത്തേക്കുക. ഞാൻ ഈശോ പറഞ്ഞിട്ടല്ല ചെയ്തത്, ഈ വേദന കൂടി പിടിച്ചോ എന്ന് പറഞ്ഞങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാല് എന്താ, നമ്മൾ ഫ്രീ ആവും. അല്ലെങ്കിൽ നമ്മൾ ആ വേദന നമ്മുടെ കയ്യിൽ തന്നെ പിടിച്ചോണ്ടിരുന്നാല് നമുക്ക് എന്ത് പറ്റും? നമുക്ക് ഹൃദയത്തിൽ നടക്കുന്ന പരിവർത്തനങ്ങളെല്ലാം നെഗറ്റീവായി, ഹൃദയത്തിൽ നടക്കുന്ന എല്ലാ അവസ്ഥകളും നെഗറ്റീവായിരിക്കും. ഇപ്പൊ നമ്മള് ന്യായീകരിക്കാൻ തുടങ്ങും. എന്ത് കാര്യം ചെയ്താലും നമ്മളെ ഭാഗത്ത് ഓക്കെ ആയിരിക്കാം, പക്ഷെ ന്യായീകരണവും നീതീകരണവും ഒന്നും ദൈവികമല്ല. മനസ്സിലായോ? നമ്മൾ ന്യായീകരിക്കുന്നത് നീതീകരിക്കുന്നതും ദൈവികമല്ല. അതുപോലെ തർക്കിക്കുന്നതൊന്നും ദൈവികമായ ഇടപെടലുകളിലുള്ള കാര്യമല്ല, ദൈവിക ചിന്തകളോടുകൂടിയുള്ള കാര്യമല്ല. അപ്പൊ അവിടെ എല്ലാം എന്താണ്, ദൈവം എന്നെ ഏൽപ്പിച്ചതും എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്തു. ഇനി ബാക്കിയുള്ള കാര്യം കർത്താവ് എന്നെ ഇടപെട്ട് അത് ക്ലിയർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു കഴിഞ്ഞാല് പിന്നെ അതില് നമുക്ക് അവിടെ കൈയിടാനോ അവിടെ താങ്ങി അവിടെ നോക്കി നിൽക്കാനോ ഒന്നും അവകാശമില്ല. കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞ കല്ലുരുട്ടി മാറ്റിയിട്ട് അവിടെ സ്ഥലം വിട്ടു മാറുക, അല്ലെ? കൽഭരണിയിൽ വെള്ളം നിറക്കാൻ പറഞ്ഞ കൽഭരണിയിൽ വെള്ളം നിറച്ച് മാറി നിൽക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോ അവിടെ എന്തൊക്കെ സംഭവിച്ചാൽ അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇനി ഞാൻ കൽഭരണിയിൽ വെള്ളം നിറച്ചത് കൊണ്ടാണ് അത് അങ്ങനെ ആക്കാൻ ദൈവത്തിനിടയാക്കിയെന്ന് വിചാരിച്ച് പറയാനും വേണമെങ്കിൽ നമുക്ക് സാധിക്കും, അല്ലെ? ഞാൻ കല്ലുരുട്ടി മാറ്റിയപ്പോഴാണ് ഈശോയ്ക്ക് അത് സാധിച്ചതെന്ന് പറയാനും സാധിക്കും, അല്ലെ? പറ്റില്ലേ? ഇതൊക്കെ എന്താണ്, നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന വിചാരങ്ങളാ. ഈശോ പല സമയങ്ങളിലും ഹൃദയത്തിൽ നടക്കുന്ന ചിന്തകൾ കണ്ടിട്ട് ഈശോ ഒരു സമയത്ത് പറയുന്നുണ്ട്, ആരാണ് ഞാൻ വലിയവൻ എന്ന് ചിന്തിക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ ഈശോ തന്നെ നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങൾ ഏറ്റവും ചെറിയവനും ശുശ്രൂഷകനുമായി മാറണം. ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നിരിക്കുന്നത്. നിങ്ങളെ തിരഞ്ഞെടുത്തത് ശുശ്രൂഷിക്കപ്പെടാനല്ല, നിങ്ങൾ പോയി ശുശ്രൂഷ ചെയ്യാനാണ്, അല്ലെ? അപ്പൊ ഈ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ഈശോ വ്യക്തമായിട്ട് അവര് പരസ്പരം സംസാരിക്കുന്നതും തർക്കിക്കുന്നതും ഒക്കെ കേട്ടിട്ടും അത് കേൾവിക്കാരനെ പോലെ മാറി നിന്ന് ഇവർ എന്തോരം ചെയ്യും, എന്തോരം അങ്ങനെ ആയിരിക്കും എന്നൊക്കെ നോക്കിയിട്ട് അവസാനമാണ് ഈശോ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മേഖലകളൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ എല്ലാം നമുക്ക് തന്നെ മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മൾ നല്ല നന്മയും പുണ്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മള് വലിയ ആഗ്രഹത്തോടെ ആഗ്രഹിക്കുന്ന എന്താ, നമ്മളെ വളരെ സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിക്കും, വളരെ സ്നേഹത്തോടെ അവർ കൈകാര്യം ചെയ്യും. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട, വളരെ സ്നേഹത്തോടെ അല്ല, വളരെ വേദനിപ്പിക്കുന്ന തരത്തിലേ നമുക്ക് കടന്നു പോകേണ്ടി വരുള്ളൂ. അതുകൊണ്ട് എന്താണ്, അതൊരു ദൈവീകമായ ശിക്ഷണവും ഒരു പരിശീലനവുമാണ്. അപ്പോൾ ഹൃദയത്തിൽ നടക്കുന്ന എല്ലാ എളിമയുടെയും ചിന്തകളുടെയും പ്രവൃത്തികളുടെ അവസാന തൊട്ട് ഈശോ ശേഖരിക്കുന്ന സമയമായിരിക്കാം ചിലപ്പോൾ നമുക്കത് അവിടെ എല്ലാം നമുക്ക് അതിനോട് ഐക്യപ്പെടാനുള്ള ഒരു കൃപ. പരിശുദ്ധ അമ്മയെ ഒന്ന് ധ്യാനിച്ചാൽ മതി. എല്ലാ കാര്യം അറിഞ്ഞിട്ടും ദൈവം കൊടുത്തതെല്ലാം മോശമായത് മാത്രമായിരുന്നു, അല്ലെ? ദൈവത്തിന്റെ അമ്മയും മകളും മണവാട്ടിയായിരുന്നിട്ട് ഇവിടെ മാതാവിന് ഒന്നും തന്നെ വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ലൈഫോ അല്ലെങ്കിൽ സ്ഥലമോ അല്ലെങ്കിൽ സമ്പത്തോ ഒന്നും കൊടുത്തില്ല. വളരെ ഒരാൾ പോലും താങ്ങാനോ തുണയ്ക്കുവാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവസാനം ഈശോയുടെ മരണശേഷം യോഹന്നാന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? അപ്പൊ ഇവിടെ എല്ലായിടത്തും അനാഥത്വവും ദാരിദ്ര്യവും ദുരിതവും എല്ലാ തരത്തിലും തകർച്ചകളൊക്കെ ആയിരുന്നെങ്കിലും മറിയത്തിന്റെ ഹൃദയം വ്യക്തമായി അറിയുന്ന ദൈവത്തിന് നല്ല പ്രതീക്ഷയായിരുന്നു, പ്രത്യാശയായിരുന്നു. അതുകൊണ്ട് നമുക്കും ആ മറിയത്തിലേക്ക് കൂടി തന്നെ നോക്കിക്കൊണ്ട് ആയിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുപ്പാപ്പായുടെ എല്ലാ